നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മലബാറും ദേശീയ പ്രസ്ഥാനവും ടൈം ലൈൻ ആണ്. ശ്രദ്ധിച്ചു പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് PSC ചോദിക്കുന്നതാണ് മലബാർ മേഖലയിലെ ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളും എവിടെയൊക്കെയാണ് ആ സമ്മേളനങ്ങൾ നടന്നതും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു ടൈം ലൈൻ പോലെ നമുക്കങ്ങ് പഠിച്ചു പോകാം. മലബാറും ദേശീയ പ്രസ്ഥാനവും 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ മലബാറിലെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് നടക്കുന്നു. 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തില് മലബാറിൽ ആദ്യമായ ഒരു സമ്മേളനം നടക്കുന്നു. അത് എവിടെയാ നടന്നത്? ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലാണ് നടന്നത്. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1917 തന്നെയാണ് CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. 1917 തന്നെയാണ് CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1916 കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തില് മലബാറിലെ ആദ്യത്തെ സമ്മേളനം പാലക്കാട് നടക്കുന്നു. 1917 മുസ്ലിം ലീഗിന്റെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 1917 തന്നെ CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 1918 ആസാദ് അലി ഖാൻ ബഹദൂറിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 1919 KP രാമൻ മേനോന്റെ അധ്യക്ഷതയിൽ വടകരയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു. 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. ഓർത്തോളണേ, 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനമായിരുന്നു മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനമായിരുന്നു മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. നമുക്കറിയാം സൂറത്ത് സ്പ്ലിറ്റിനെ പറ്റിയിട്ട് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം. അതുപോലെ കേരളത്തിൽ സംഭവിച്ചു. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. 5ാം മലബാർ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1920 കസ്തൂരി രംഗ അയ്യരുടെ അധ്യക്ഷതയിൽ മഞ്ചേരിയിൽ നടന്നത്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനമാണ്. പഠിക്കുക. ഇനി എന്തുകൊണ്ടാണ് 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനം കേരളത്തിന്റെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് ഇന്ത്യ സ്വയം ഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശാജനകവും അസ്വീകാര്യവുമാണ് എന്ന് KP രാമൻ മേനോൻ പ്രമേയം അവതരിപ്പിച്ചത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ചായിരുന്നു.
ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇന്ത്യ സ്വയം ഭരണത്തിന് തയ്യാറാണെന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ നിരാശാജനകവും അസ്വീകാര്യവുമാണ് എന്ന് KP രാമൻ മേനോൻ പ്രമേയം അവതരിപ്പിച്ചത് ഇതേ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. KP രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം KP കേശവ മേനോൻ പിന്താങ്ങുകയും ഈ രാഷ്ട്രീയ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെടുകയും ചെയ്തു. KP രാമൻ മേനോൻ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം KP കേശവ മേനോൻ പിന്താങ്ങുകയും ഈ രാഷ്ട്രീയ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെടുകയും ചെയ്തു. ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ KP രാമൻ മേനോൻ അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും സമ്മേളനം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിനാലാണ് മഞ്ചേരി സമ്മേളനത്തെ കേരളത്തിന്റെ സൂറത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആനി ബസന്റിന്റെ നേതൃത്വത്തില് KP രാമൻ മേനോൻ അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു കൂട്ടം ജനത എന്ത് ചെയ്തു? സമ്മേളനം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിനാലാണ് മഞ്ചേരി സമ്മേളനത്തെ കേരളത്തിന്റെ സൂറത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോ മഞ്ചേരി സമ്മേളനത്തിലെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാ? KP രാമൻ മേനോനാണ്. അദ്ദേഹത്തെ പിന്താങ്ങിയ വ്യക്തി ആരാ? KP കേശവ മേനോനാണ്. ഇനി KP രാമൻ മേനോൻ അവതരിപ്പിച്ച പ്രമേയത്തിനെ എതിർത്തുകൊണ്ട് സമ്മേളനത്തിൽ നിന്നും പിൻവാങ്ങിയ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ഇതും കൂടെ ഒന്ന് ഓർക്കുക. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവൽകൃതമായി. ഇമ്പോർട്ടന്റ് ആണ്. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റി രൂപവൽകൃതമായി. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേൽക്കുകയും ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേൽക്കുകയും ചെയ്തു. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത്തെ സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത് സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് ആരംഭിച്ചു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാൻ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാന്റെ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം എവിടെയാ ആരംഭിച്ചത്? കോഴിക്കോട് ആരംഭിച്ചു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1921 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവൽകൃതമായി. ഇതോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി K മാധവൻ നായർ സ്ഥാനമേറ്റു. 1921 T പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. 1923 KPCCയുടെ രണ്ടാമത് സമ്മേളനം സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ എവിടെയാ നടന്നത്? കോഴിക്കോട് നടന്നു. 1927 മുംബൈയിലെ പ്രശസ്ത പത്രപ്രവർത്തകനായ BG ഹൊർണിമാന്റെ അധ്യക്ഷതയിൽ മൂന്നാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1931 കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനം നടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 1931 കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനം നടക്കുന്നു. ഈ വടകര എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. വടകര എന്ന് പറയുന്ന പ്രദേശം ഇപ്പൊ ഏത് ജില്ലയുടെ ഭാഗമാ? കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. ആദ്യത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് പത്മാവതി ആഷറായിരുന്നു. ഒരു തിരുപ്പൂരുകാരിയായിട്ടുള്ള വനിതയായിട്ടുള്ള പത്മാവതി ആഷറായിരുന്നു ആദ്യ സമ്മേളനത്തിന്, അതായത് ഈ വനിതാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് പത്മാവതി ആഷറായിരുന്നു. അപ്പോ കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനമായ വടകര സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാ? പത്മാവതി ആഷറായിരുന്നു. അതിനുശേഷം സാധാരണഗതിയിലുള്ള KPCC സമ്മേളനം നടന്നു. അതിന് അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സെൻഗുപ്തയായിരുന്നു. തെറ്റിപ്പോവല്ലേ. നോർമൽ ആയിട്ടുള്ള എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന KPCC സമ്മേളനത്തിന്
അധ്യക്ഷത വഹിച്ചതായിരുന്നു ചോദിച്ചാൽ സെൻഗുപ്തയായിരുന്നു. വർഷം 1931. എന്നാൽ ആദ്യ ദിവസം അവിടെ അരങ്ങേറിയത് വനിതാ സമ്മേളനമായിരുന്നു. ഈ വനിതാ സമ്മേളനം നടന്നത് എവിടെയാ? വടകര തന്നെയാണ്. അതുപോലെ തന്നെയാണ് അതിന് അധ്യക്ഷത വഹിച്ചതാരാ? പത്മാവതി ആഷറാണ്. KPCCയുടെ 5ാമത് സമ്മേളനമായിരുന്നു 1931 വടകരയിൽ നടന്നത്. KPCCയുടെ 5ാമത് സമ്മേളനമായിരുന്നു 1931 വടകരയിൽ നടന്നത്. ഈ 1931 നടന്ന വടകര സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു സുഹൃത്തുക്കളെ? വേറൊന്നുമില്ല, അതുവരെയും പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളെ കൂടി ചേർത്തുകൊണ്ട് എന്താണ് ആദ്യമായിട്ട് ഒരു മഹിളാ സമ്മേളനം അല്ലെങ്കിൽ വനിതാ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ച് വർഷം 1931. ഐത്തത്തിനെതിരെ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് വടകര സമ്മേളനത്തിൽ തീരുമാനമാവുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. ഐത്തത്തിനെതിരെ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് വടകര സമ്മേളനത്തിൽ വെച്ച് തീരുമാനമുണ്ടാകുകയും ചെയ്തു. അതുകൂടെ ഒന്ന് ഓർക്കുക. 1932 സാമുവൽ അറോൺ അധ്യക്ഷതയിൽ 6ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1932 സാമുവൽ അറോണിന്റെ അധ്യക്ഷതയിൽ 6ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിക്കുകയും ചെയ്തു. ഇതുകൂടെ ഒന്ന് ഓർക്കുക. 1932 സ്ത്രീകളുടെ ഉന്നമനത്തിനായി അന്തർജന സമാജം രൂപീകൃതമായി. ഇമ്പോർട്ടന്റ് ആണ്. 1932 സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അന്തർജന സമാജം രൂപീകരിച്ചു. 1935 ബോംബെ ക്രോണിക്കിൾ പത്രാധിപരായിരുന്ന സയ്യിദ് അബ്ദുള്ള ബ്രെൽവിയുടെ അധ്യക്ഷതയിൽ 7ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1935 ബോംബെ ക്രോണിക്കിൾ പത്രാധിപരായിട്ടുള്ള സയ്യിദ് അബ്ദുള്ള ബ്രെൽവിയുടെ അധ്യക്ഷതയിൽ 7ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1937 മലബാറിലെ ആദ്യത്തെ കർഷക സംഘം രൂപീകരിക്കപ്പെട്ടു. 1937 മലബാറിലെ ആദ്യത്തെ കർഷക സംഘം രൂപീകരിച്ചു. 1938 ജയപ്രകാശ് നാരായണന്റെ അധ്യക്ഷതയിൽ 8ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 1938 ജയപ്രകാശ് നാരായണന്റെ അധ്യക്ഷതയിൽ 8ാമത് KPCC സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിച്ചു. 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിച്ചു. 1940 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ തന്നെ അധ്യക്ഷതയിൽ 10ാമത് KPCC സമ്മേളനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ആരംഭിച്ചു. ഇത് തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. 1940 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ 10ാമത് KPCC സമ്മേളനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ആരംഭിച്ചു. എന്നാൽ 1939 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ തന്നെ 9ാമത് KPCC സമ്മേളനം കണ്ണൂർ ജില്ലയിലെ ബക്കളത്ത് ആരംഭിക്കുകയും ചെയ്തു. ഈ 2 പോയിന്റും ഓർക്കുക. 1942 നവംബർ മാസം 17ാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഡേ ആണ്. ശ്രദ്ധിച്ചു പഠിക്കണം. 1942 നവംബർ മാസം 17ാം തീയതി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കിഴരിയൂരിൽ ബോംബ് കേസ് അരങ്ങേറുന്നു. 1942 നവംബർ മാസം 17ാം തീയതി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കിഴരിയൂർ ബോംബ് കേസ് അരങ്ങേറുന്നു. ഈ കിഴരിയൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ്. കിഴരിയൂർ ബോംബ് കേസ് നടന്നതെന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1942 നവംബർ മാസം 17 അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആര് സുഹൃത്തുക്കളെ? KB മേനോൻ എന്നുള്ളത്. അത് നമുക്കറിയാം. അതും ഒന്ന് ഓർക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് VK കേശവൻ നായർ സ്വതന്ത്ര ഭാരതം എന്ന പ്രശസ്തമായ പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് VA കേശവൻ നായർ സ്വതന്ത്ര ഭാരതം എന്ന പ്രശസ്തമായ പത്രം കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് തീവ്രവാദി വിഭാഗത്തിന്റെ പത്രം എന്നറിയപ്പെട്ടിരുന്നത് സ്വതന്ത്ര ഭാരതമാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്
കോൺഗ്രസ് തീവ്രവാദി വിഭാഗത്തിന്റെ പത്രം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വതന്ത്ര ഭാരതം പത്രമായിരുന്നു. സ്വതന്ത്ര ഭാരതം പത്രത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി എൻ കൃഷ്ണൻ നായരായിരുന്നു. സ്വതന്ത്ര ഭാരതം പത്രത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരായിരുന്നു? എൻ കൃഷ്ണൻ നായരായിരുന്നു. ആദ്യകാലങ്ങളിൽ വാരികയായി പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം പത്രം എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ പത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യകാലങ്ങളിൽ വാരികയായി പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിലാണ് പത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അതും ഇമ്പോർട്ടന്റ് ആണ്. 1952 മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെട്ടു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. 1952 മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് KPCC വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും പോയിന്റ് എങ്കിലും സുഹൃത്തുക്കള് മലബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഈ പോയിന്റുകളെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് 1857 വിപ്ലവവും വിശേഷണങ്ങളും. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവവും വിശേഷണങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യം PSC ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എക്സാം ടഫ് ആകുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് വീഴാറുണ്ട്. അതുകൊണ്ട് ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല. നമുക്ക് നോക്കാം 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? VD സവാർക്കർ ആയിരുന്നു. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സ് ആണ്. ഓർക്കണേ, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശ ചിന്തകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് എൽ സ്റ്റാൻലി ആണ്. തെറ്റിപ്പോവലെ. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? എൽ സ്റ്റാൻലി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാരെന്ന് ചോദിച്ചാൽ കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് എൽ സ്റ്റാൻലി ആണ്. ആരാണ്? എൽ സ്റ്റാൻലി ആണ്. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TH ഹോംസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നതെല്ലാം. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TH ഹോംസ് ആണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംപിൾ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം ഡാൽറിംപിൾ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത്
RC മജൂംദാർ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളണം. 1857 വിപ്ലവത്തെ ആദ്യത്തേതല്ല, ദേശീയ തലത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് RC മജൂംദാർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1857 വിപ്ലവത്തെ പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TH ഹോംസ് ആണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസറേലിയാണ്. 1857 വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽ റിംപിൾ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ചേരിചേരാ പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് LD ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം 10ാം ക്ലാസ് ബേസ്ഡ് പരീക്ഷകളിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചേരിചേരാ പ്രസ്ഥാനം. ഈ ഇടയ്ക്ക് ഒരല്പം കൂടുതലായി ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ബാന്ധൂങ് സമ്മേളനം. ബാന്ധൂങ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. പഠിച്ചോളണേ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ബാന്ധൂങ് സമ്മേളനം. ബാന്ധൂങ് എന്ന് പറയുന്ന പ്രദേശം എവിടെയാ? ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ബാന്ധൂങ് സമ്മേളനം നടന്ന വർഷം 1955. ബാന്ധൂങ് സമ്മേളനം നടന്ന വർഷം 1955 ആണ്. ബാന്ധൂങ് നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 23. ബാന്ധൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? 23 ആണ്. ഇതിൽ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. പണ്ട് കാലത്ത് PSC എടുത്ത് ചോദിച്ചിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം എത്രയാ? ബന്ധൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്തത് 6 എണ്ണം. എന്നാൽ മൊത്തം എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 23 രാജ്യങ്ങൾ പങ്കെടുത്തു. ബാന്ധൂങ് സമ്മേളനത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അഹമ്മദ് സുക്കാർണോ. ചോദിച്ചിട്ടുണ്ട്. ബാന്ധൂങ് സമ്മേളനത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? അഹമ്മദ് സുർക്കാർണോയാണ്. പേരൊന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണം. അഹമ്മദ് സുക്കാർണോയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ നേതാക്കൾ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, ഗമാൽ അബ്ദുൽ നാസർ. ഈ 3 പേരും ഇവിടെ വെച്ച് ഞാൻ അങ്ങ് പഠിച്ചോളണം. കാരണം എന്തെന്ന് ചോദിച്ചാല് താഴെ പറയുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത നേതാക്കൾ ഏതെന്ന് തന്നെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അടിത്തറ പാകിയ പ്രധാന നേതാക്കൾ ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, അതുപോലെ ഗമാൽ അബ്ദുൽ നാസർ. ആരാണ്? ഗമാൽ അബ്ദുൽ നാസർ. ചേരിചേരാ സമ്മേളനത്തിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർഷൽ ടിറ്റോ ആയിരുന്നു. ചേരിചേരാ സമ്മേളനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? മാർഷൽ ടിറ്റോ ആയിരുന്നു. ഔദ്യോഗിക ഭരണഘടനയോ സ്ഥിരം സെക്രട്ടേറിയറ്റോ ഇല്ലാത്ത സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. ഔദ്യോഗിക ഭരണഘടനയോ സ്ഥിരം സെക്രട്ടേറിയറ്റോ ഇല്ലാത്ത സംഘടനയാണ് ഏത്? ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന വർഷം എത്രയാ? 1961 ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി നടന്ന സ്ഥലം ബെൽഗ്രേഡ്, അതിപ്പോ സെർബിയ എന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന സ്ഥലം ചോദിച്ചാൽ അത് ബെൽഗ്രേഡ് ആയിരുന്നു. ബെൽഗ്രേഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സെർബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമായാണ്. ഇവിടെ നിന്ന് ഏറ്റവും പരമപ്രധാനമായി പഠിക്കുവാനുള്ളത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അടിത്തറ പാകിയ നേതാക്കൾ ആരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, മാർഷൽ ടിറ്റോ, അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസർ എന്നിവരാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25. തെറ്റിപ്പോവല്ലേ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 25. നമ്മൾ നേരത്തെ പറഞ്ഞ ബാന്ധൂങ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 23 ആണ്. അതിൽ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ എണ്ണം 6 ആണ്. എന്നാൽ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25 ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. വർഷം 1983. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. വർഷം 1983. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം
കൊളംബോയാണ്. വർഷം 1976. ചേരിചേര പ്രസ്ഥാന ഉച്ചകോടിക്ക് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം എന്നറിയപ്പെടുന്നത് കൊളംബോയാണ്. വർഷം 1976. ചേരിചേര പ്രസ്ഥാനത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി VK കൃഷ്ണമേനോനാണ്. ചേരിചേര പ്രസ്ഥാനത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിത്വമാരാ? VK കൃഷ്ണമേനോനാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ? രാജീവ് ഗാന്ധിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട അനുബന്ധ സംഘടനയായ ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ? രാജീവ് ഗാന്ധിയാണ്. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1987. ആഫ്രിക്കൻ ഫണ്ട് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1987. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഈ അഭിപ്രായം ഇതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. 1956 ജൂലൈയിൽ നടന്ന ബ്രിയോണി സമ്മേളനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. 1956 ജൂലൈയിൽ നടന്ന ബ്രിയോണി സമ്മേളനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. കുറിച്യ കലാപം 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്യ കലാപം. 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമരമാണ് കുറിച്യർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി 1812 മാർച്ച് മാസം 25 ഫുൾ ഡേറ്റ് പഠിച്ചോളണേ. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി എന്ന സുഹൃത്തുക്കളെ 1812 മാർച്ച് മാസം 25 ആയിരുന്നു. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങളായിരുന്നു കുറിച്യരും അതുപോലെ തന്നെ കുറുമ്പരും. പഠിച്ചോളണേ. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങൾ ആരൊക്കെയായിരുന്നു? കുറിച്യരും അതുപോലെ കുറുമ്പരുമായിരുന്നു. ആരൊക്കെയാണ്? കുറിച്യരും അതുപോലെ കുറുമ്പരുമായിരുന്നു. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് കുറിച്യർ ആണ്. പഠിച്ചോളണേ. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവിഭാഗം ഏതായിരുന്നു? കുറിച്യർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി കാണാതെ പഠിക്കുക. 1812 മാർച്ച് മാസം 25 കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങൾ ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരുമാണ്. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവിഭാഗം ചോദിച്ചാൽ അത് കുറിച്യരാണ്. പഠിക്കുക. കന്നഡ പദങ്ങളായ കുറിയ അഥവാ മലയെന്നും ചിയാൻ അഥവാ ആളുകൾ എന്ന വാക്കുകളിൽ നിന്നുമാണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥമുള്ള കുറിച്യൻ അഥവാ കുറിച്യർ എന്ന പദം രൂപമെടുത്തത്. പഠിച്ചോളണേ. കന്നഡ പദങ്ങളായ കുറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കന്നഡയില് മലയെന്നും ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. ഈ രണ്ട് പദങ്ങളും ചേർത്താണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥം വരുന്ന കുറിച്യൻ എന്നുള്ളത് വാക്ക് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ കുറിച്യൻ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്യരുടേതാണ്. പഠിച്ചോളണേ. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നത് വയനാട്ടിലും കണ്ണൂരുമുള്ള കുറിച്യരുടേതാണ്. കുറിച്യരുടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം. മറക്കല്ലേ. കുറിച്യരുടെ കൂട്ടുകുടുംബം അറിയപ്പെടുന്ന പേരാണ് മിറ്റം എന്നുള്ളത്. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ്. പഠിച്ചോളണേ. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളില് അവസാനമായിട്ട് നടന്ന കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറിച്യർ കലാപമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കന്നഡ പദങ്ങളായ കുറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മലയെന്നാണ്. അതുപോലെ ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ്. ഈ രണ്ടു പദങ്ങളും കൂടെ ചേർന്നാണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥമുള്ള കുറിച്യൻ അഥവാ കുറിച്യർ എന്ന പദം രൂപമെടുത്തത്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബം വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്യരുടേതാണ്. കുറിച്യരുടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ്. പഠിക്കുക. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഗോത്രവർഗക്കാരായ
കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് നികുതി ഏർപ്പെടുത്തിയതാണ് എന്തിന് കാരണമായത്? കുറിച്യർ കലാപത്തിന് കാരണമായത്. നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത്രയും നാള് നമ്മുടെ ഗോത്രവർഗക്കാര് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതിപ്പോ എന്തെങ്കിലും വിളകളായിരിക്കാം, ഇതൊക്കെ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാര് നികുതിക്ക് പകരമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ശേഖരിച്ചിരുന്നു. എന്നാൽ ഇനി മുതല് നികുതിയായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷ്യസാധനങ്ങളൊന്നും കൈപ്പറ്റില്ലെന്നും അതിനു പകരം പണം തന്നെ നൽകണമെന്നും ആവശ്യപ്പെട്ടു? ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ, നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതകളിലെ അല്ലെങ്കിൽ കുറിച്യർ ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അതിനോടൊപ്പം തന്നെ കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പരമ്പരാഗതമായി ഗോത്രവർഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ കുറിച്യർ കലാപത്തിന്. പരമ്പരാഗതമായിട്ട് ഈ കുറിച്യരും കുറുമ്പരും നമ്മുടെ വനങ്ങളിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് എന്ന കൃഷി രീതിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. ഇതും എന്തിന് കാരണമാണ്? നമ്മുടെ കുറിച്യർ കലാപത്തിന് കാരണമാണ്. പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഴശ്ശി കലാപത്തിലെ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാർക്ക് പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിന് കാരണമായത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാര് കലാപം ആരംഭിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഗോത്രവർഗക്കാരെ കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപം തുടങ്ങുന്നതിനുള്ള കാരണം. നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. പരമ്പരാഗത ഗോത്രവർഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതും കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഠിക്കുക. കുറിച്യർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. കുറിച്യർ ലഹളയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ? രാമൻ നമ്പിയാണ്. രാമമൂപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പി. പഠിച്ചോളനെ, രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. ഒന്നുകൂടി പറയാം, രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പിയാണ്. പഠിക്കുക. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി. കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം മല്ലൂര്, ഇപ്പോഴത്തെ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. പഠിച്ചോളണേ. നമ്മുടെ കുറിച്യർ കലാപത്തിന്റെ ഭാഗമായിട്ട് കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം ചോദിച്ചാൽ അത് മല്ലൂരാണ്. ഇപ്പോൾ അത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലാണ്. മറക്കല്ലേ, തമിഴ്നാട് സ്റ്റേറ്റിലാണ്. അമ്പും വില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. അമ്പും വില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതാണ് കലാപം ഇത്രയും വലുതാവാനുള്ള കാരണം കേട്ടോ. അപ്പോൾ കുറിച്യർ ലഹളയുടെ നേതാവായിരുന്നു ചോദിച്ചാൽ രാമൻ നമ്പിയാണ്. രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പിയാണ്. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി. കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം മല്ലൂരാണ്. അതിപ്പോഴത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അമ്പും വില്ലും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പഠിക്കുക. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ. കോൽക്കറിനെ നമുക്കറിയാലോ സുഹൃത്തുക്കളെ, നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട്
പഴശ്ശിരാജയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രത്യേക നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ എന്ന് പറയുന്നത്. എന്നാൽ പഴശ്ശിരാജയെ പിടിച്ചതോടുകൂടി പിന്നെ ഈ കോൽക്കർക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാതായി. എവിടെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്ക്. അതോടുകൂടി ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആരാണ്? കോൽക്കർ. അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്, ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗം എന്ന് ചോദിച്ചാൽ അത് കോൽക്കർ ആണ്. കലാപകാരികൾ അവരുടെ ഗോത്രദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുരോഹിതന്മാരും ഈ കലാപത്തെ ആളിക്കത്തിച്ചു. അപ്പൊ പുരോഹിതന്മാരും വെറുതെ ഇരുന്നില്ല, കലാപകാരികൾക്ക് അവരുടെ ഗോത്രദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ എന്ത് ചെയ്തു? ഈ കലാപത്തെ ആളിക്കത്തിക്കുകയും ചെയ്തു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. പഠിച്ചോളനെ, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. പ്ലാക്ക ചന്തു, ആയിര വീട്ടിൽ കോന്തപ്പൻ, മസിലോട്ടടൻ യാമോ, വെൻകലോൺ കേളു. ഇത്രയും പേരുടെ പേരും ദയവ് ചെയ്ത് സുഹൃത്തുക്കൾ പഠിക്കണേ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ പ്ലാക്ക ചന്തുവും ആയിരം വീട്ടിൽ കോന്തപ്പനും അതുപോലെ വെൻകലോൺ കേളുവിനെയും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുറിച്യർ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ സമുന്നത നേതാവ് എന്നൊക്കെ പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, രാമൻ നമ്പിയാണ്. എന്നാൽ ഇവിടെ പഠിക്കാനുള്ളത് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു കുറച്ച് വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയായിരുന്നു സുഹൃത്തുക്കളെ? പ്ലാക്ക ചന്തു, ആയിര വീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടൻ യാമു, അതുപോലെ വെൻകലോൺ കേളു. എന്താണ് വെൻകലോൺ കേളു? പഠിക്കുക. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. ഇമ്പോർട്ടന്റ് ആണ്. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ സൈന്യം അല്ലെങ്കിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നുമാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് എവിടെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. പഠിച്ചോളനെ, വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം ആചരിച്ചത് 2012-ലാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മള് കറണ്ട് അഫേഴ്സ് ആണെന്ന് കരുതി പണ്ട് പഠിച്ചതാണെന്നും കരുതി ഒന്നും വിട്ടിട്ട് പോകരുത്. PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം നമ്മൾ ആചരിച്ചത് 2012-ലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. പഠിക്കുക. കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം നമ്മൾ ആചരിച്ചത് 2012-ലാണ്. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. പഠിച്ചോളനെ, കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. പേരെന്താണ്? തോമസ് വാർഡൻ. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ആയിരുന്നു TH ബേബർ. ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആയിരുന്നു. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ TH ബേബർ ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH ബേബർ ആണ്. ആരാണ്? TH ബേബർ ആണ്.
കുറിച്യർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഇതും PSC പ്രീവിയസ് ആയി 2 തവണ ചോദിച്ചതാണ്, പഠിച്ചോളനെ. കുറിച്യർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡനാണ്. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ TH ബേബർ ആയിരുന്നു. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? TH ബേബർ ആണ്. കുറിച്യന്മാരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കുമാരൻ വയലേരി. പേരെന്താണ്? കുമാരൻ വയലേരി. പുസ്തകത്തിന്റെ പേരെന്താണ്? കുറിച്യർ ജീവിതവും സംസ്കാരവും പഠിക്കും. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം, LDC, LGS അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എല്ലാ എക്സാമുകളിലും കണ്ടിരുന്നു. 100-ൽ കൂടുതൽ തവണ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് സന്താൾ കലാപം. എന്താണ് കലാപം? സന്താൾ കലാപം. സന്താൾ കലാപം നടന്ന വർഷം 1855, 1856, 1855, 1856 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടന്നത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. സന്താൾ കലാപം നടന്ന വർഷം എത്രയാണ്? 1855, 1856 കാലഘട്ടത്തിലായിരുന്നു. സന്താൾ കലാപം നടന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു. സന്താൾ കലാപം പ്രധാനമായിട്ട് നടന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഇപ്പോഴത്തെ ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായിരുന്നു. സന്താൾ കലാപത്തിന്റെ നേതാക്കളായിരുന്നു സിദ്ധുവും കാനുവും എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സിദ്ധുവും കൻഹു മുർമു എന്നാണ് ഫുൾ പേര് കേട്ടോ പുള്ളിക്കാരന്റെ. അന്ന് പഠിച്ചു വെച്ചേക്ക. സന്താൾ കലാപത്തിന്റെ നേതാക്കൾ ചോദിച്ചാൽ സിദ്ധുവും കാനുവും എന്ന് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ സന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സിദ്ധുവും അതുപോലെ കൻഹു മുർമു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. എന്താണ്? കൻഹു മുർമു എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാനു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഈ ഭാഗം ശ്രദ്ധിച്ചു വെച്ചേക്ക. സിദ്ധുവും കാനുവും തന്നെയാണ്, പക്ഷെ യഥാർത്ഥ നെയിം എന്തെന്ന് ചോദിച്ചാൽ സിദ്ധുവും കൻഹു മുർമു എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ബ്രിട്ടീഷുകാർക്ക് ജമീന്ദാരി സമ്പ്രദായത്തിനെതിരെ 1855 മുതൽ 1856 വരെ നടന്ന കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത്? സന്താൾ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കും ജമീന്ദാരി സമ്പ്രദായത്തിനുമെതിരെ ആയിരുന്നു 1855 മുതൽ 1856 വരെ സന്താൾ കലാപം നടന്നത്. അപ്പൊ സന്താൾ കലാപം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചോദിച്ചാൽ ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ എന്താണ് ജമീന്ദാരി സമ്പ്രദായത്തിനെതിരെയുമാണ് നടന്നത്. ബംഗാൾ പ്രസിഡൻസിയിൽ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാരും ജമീന്ദാന്മാരും പരമ്പരാഗത സന്താൾ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു. ഈ പോയിന്റ് ഒക്കെ അങ്ങ് പഠിച്ചോളണേ, കിടിലം പോയിന്റ് ആണ്, പഠിച്ചോളണേ. ബംഗാൾ പ്രസിഡൻസിയിലെ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാരും ജമീന്ദാന്മാരും പരമ്പരാഗത സന്താൾ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു. ബ്രിട്ടീഷുകാർ സന്താൾ ജനതയ്ക്കുമേൽ വലിയ തുകകൾ നികുതിയായി അടിച്ചേൽപ്പിച്ചു. അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. കഴിഞ്ഞ 2 കലാപത്തിൽ നമ്മൾ കണ്ടതാണ്. ബ്രിട്ടീഷുകാർ സന്താൾ ജനതയ്ക്ക് മേൽ വലിയ തുകകൾ എന്ത് ചെയ്തു? നികുതിയായി അടിച്ചേൽപ്പിച്ചു. ആദിവാസികളെ സഹായിക്കുന്നതിന് പകരം ജന്മിമാരോടൊപ്പം കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനതയ്ക്ക് നീരസം ഉണ്ടായി. ആദിവാസികളെ സഹായിക്കുന്നതിന് പകരം ജന്മിമാർക്കൊപ്പം കൂടിയ ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനതയ്ക്ക് നീരസം ഉണ്ടായി. ആദിവാസികളെ സഹായിക്കുന്നതിന് പകരം ജന്മിമാരോടൊപ്പം ചേർന്നുകൊണ്ട് നിന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? സന്താൾ ജനതയ്ക്ക് നീരസം ഉണ്ടാകുന്നതിന് കാരണം 1855 ജൂണിൽ 2 സഹോദരന്മാരായ സിദ്ധുവും കൻഹു മുർമുവും 10,000-ഓളം സന്താളുകളും സംഘടിപ്പിച്ച് സായുധ കലാപം ആരംഭിച്ചു. എങ്ങനെയാണ്? 1855 ജൂൺ മാസത്തിൽ 2 സഹോദരന്മാരായ സിദ്ധുവും കൻഹു മുർമുവും 10,000-ഓളം വരുന്ന സന്താളുകളെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ സന്താൾ ജനതകളെ സംഘടിപ്പിക്കുകയും അവരുപയോഗിച്ച് സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തു. സന്താൾ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് കേട്ടോ സന്താൾ കലാപം. സന്താൾ കലാപത്തിന്റെ പ്രധാന ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഉന്മൂലനം ചെയ്യുക എന്നതായി. ദാമൻ ഇക്കോ എന്നറിയപ്പെടുന്ന രാജ്മഹലിനും ഭഗത്പൂരിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി താമസിച്ചിരുന്ന സന്താളുകൾ ഡിഗസ് എന്ന് അവർ വിശേഷിപ്പിച്ച പുറത്തുള്ളവർക്കെതിരെ കലാപം നടത്തി. ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. UPSC ലെവൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഈ ദാമൻ ഈക്കോ എന്നറിയപ്പെടുന്ന രാജ്മഹലിനും ഭഗത്പൂരിനും ഇടയിലുള്ള ആ പ്രദേശങ്ങളിൽ കൂടുതലായി താമസിച്ചിരുന്ന സന്താളുകൾ ദിസക് എന്ന വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ വിശേഷിപ്പിക്കുന്ന പുറത്തു നിന്നുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? പുറത്തു നിന്നുള്ള വ്യക്തികൾക്കെതിരെ എന്ത് ചെയ്തു? കലാപം നടത്തി. ഒന്ന് പഠിച്ചു വെച്ചേക്ക. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ദാമൻ
ഇക്കോ എന്നറിയപ്പെടുന്ന രാജ്മഹലിനും ഭഗത്പൂരിനും ഇടയിലുള്ള പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ട് സന്താളുകൾ കാണപ്പെട്ടിരുന്നത്. ഈ സന്താൾ ജനത പുറത്തു നിന്നുള്ളവരെ ദിഗസ് എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇവർക്കെതിരെ സന്താളുകൾ എന്ത് ചെയ്തു? കലാപം നടത്തി. രണ്ടു നേതാക്കളെയും, അതായത് സിദ്ധുവിനെയും കൻഹുവിനെയും എന്ന് പറയുന്ന രണ്ടു നേതാക്കളെയും 20,000-ഓളം വരുന്ന സന്താൾ ജനതയെയും കൊന്നൊടുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി. അപ്പോ ഒന്ന് ആലോചിക്കുക, എത്ര വലിയൊരു കലാപമായിരുന്നു എന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. സിദ്ധുവിനെയും കൻഹുവിനെയും അല്ലെങ്കിൽ നമ്മുടെ കാനുവിനെയും എന്ത് ചെയ്തു? വെടിവെച്ച് കൊല്ലുകയും അതിനോടൊപ്പം തന്നെ 20,000-ഓളം വരുന്ന സന്താൾ ജനതയെ എന്ത് ചെയ്തു? കൊന്നൊടുക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സന്താൾ കലാപം അടിച്ചമർത്തി. അപ്പോ ഇത്രയും ഭാഗം വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് തൃപ്പടിദാനം. 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. തൃപ്പടിദാനം നടന്നത് എന്നാണ് 1750 ജനുവരി 3 ഇതെന്താണ്? 1-ാം തൃപ്പടിദാനമാണ്. മാർത്താണ്ഡവർമ്മ തന്റെ സകല സമ്പാദ്യവും ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും അന്ന് മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളും പത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിക്കുവാൻ തീരുമാനിച്ചു. ഇതാണ് തൃപ്പടിദാനം. എന്താണ് തൃപ്പടിദാനം ചോദിച്ചാല്, മാർത്താണ്ഡവർമ്മ തന്റെ സകല സമ്പാദ്യവും ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും അന്ന് മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളും പത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിക്കുവാനും തീരുമാനിച്ചു. ഇതറിയപ്പെടുന്ന പേരാണ് തൃപ്പടിദാനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ഈ കാലഘട്ടത്തിലാണ്. പഠിച്ചോളെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ഈ കാലഘട്ടത്തിലാണ്. 1731 ആരംഭിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുതുക്കൽ 1733 പൂർത്തീകരിച്ചു. ഗണ്ഡകി നദിയുടെ തീരത്ത് നിന്ന് കൊണ്ടുവന്ന 12ഓളം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം പുതുക്കിപ്പണിതത്. ഗണ്ഡകി നദീ തീരത്ത് നിന്ന് കൊണ്ടുവന്ന 12,000-ഓളം വരുന്ന സാളഗ്രാമങ്ങൾ കൊണ്ടാണ് പത്മനാഭസ്വാമി വിഗ്രഹം എന്ത് ചെയ്തത്? പുതുക്കിപ്പണിതത്. സാളഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഫോസിൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഫോസിൽസ്, ആ ഫോസിൽസ് അടങ്ങിയിരിക്കുന്ന പ്രത്യേക ഷേപ്പിലുള്ള കല്ലുകളെയാണ് സാളഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന 12,000-ഓളം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം പുതുക്കിപ്പണിതത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ ഒറ്റക്കൽ മണ്ഡപം ഈ കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മ പണിയുന്നത്. പഠിക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപം ഈ കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മ പണിയുന്നത്. ഒന്നുകൂടി പറയാം, 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. മാർത്താണ്ഡവർമ്മ തന്റെ സകല സമ്പാദ്യവും ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും അന്നു മുതൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളും പത്മനാഭദാസന്മാർ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ഈ കാലഘട്ടത്തിലാണ്. 1731 ആരംഭിച്ച ക്ഷേത്ര പുതുക്കൽ 1733 പൂർത്തീകരിച്ചു. ഗണ്ഡകി നദീ തീരത്ത് നിന്നും കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കിപ്പണിതത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ ഒറ്റക്കൽ മണ്ഡപം ഈ കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മ പണിയുന്നത്. പഹാരിയ കലാപം. കലാപത്തിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? പഠിച്ചോളേ, പഹാരിയ കലാപം. പഹാരിയ കലാപം നടന്ന വർഷം 1778 പഹാരിയ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1778 പഹാരിയ കലാപത്തിന്റെ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ രാജ ജഗന്നാഥൻ. പഠിച്ചു വെക്കുക, ആരാണ്? രാജ ജഗന്നാഥൻ, റാംന ആഹ്തി, ചംഗുൺ സൻവാരിയ, പച്ച്ഗെ ഡോബ, പഹാരിയ, കരിയ, പുൽഹാർ. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരുകളായിരിക്കും, കാരണം ഗോത്രവർഗ വിഭാഗക്കാരുടെ പേരുകളാണ്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കൾക്ക്. എന്നാൽ ഒന്ന് കേട്ടിരിക്കുക വ്യക്തമായിട്ട്. രാജ ജഗന്നാഥ്, റാംന ആഗ്തി, ചംഗുൺ സൻവാരിയ, പച്ച്ഗെ ഡോബ, പഹാരിയ, കരിയ, പുൽഹാർ. ഇത്രയും പേരാണെന്നു പഹാരിയ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഇതിൽ രാജ ജഗന്നാഥൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന സുഹൃത്തുക്കൾ, കാരണം ഇത് ഓൾറെഡി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുള്ളതാണ്. രാജ ജഗന്നാഥൻ. അടുത്തത് നമുക്ക് ആരാണ് ഈ പഹാരിയ ഗോത്രവർഗക്കാരെന്നും അവര് പ്രധാനമായിട്ടും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അവർ സ്ഥിതി ചെയ്തതെന്ന് നമുക്കിത് നോക്കാം. ഇന്നത്തെ ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഗോത്രവിഭാഗമായിരുന്നു പഹാരിയ ഗോത്രവിഭാഗം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സുഹൃത്തുക്കളെ? ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന ഗോത്രവിഭാഗമായിരുന്നു പഹാരിയ ഗോത്രവിഭാഗം. ഇതിനകത്ത് സംസ്ഥാനങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ജാർഖണ്ഡും ബീഹാർ, പശ്ചിമ ബംഗാൾ ഇവിടെയായിരുന്നു പഹാരിയ ഗോത്രവർഗക്കാര് കണ്ടിരുന്നത് കൂടുതലായിട്ട്. വടക്ക് കിഴക്കൻ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന രാജ്മഹൽ കുന്നുകളിൽ നിന്നുള്ള ദ്രാവിഡ ഗോത്ര വിഭാഗക്കാരാണ് ഇവരെന്നും പറയപ്പെടുന്നു. എങ്ങനെയാണ് രണ്ടാമത് പറഞ്ഞത്? വടക്ക് കിഴക്കൻ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന രാജ്മഹൽ കുന്നുകളിൽ നിന്നുള്ള ദ്രാവിഡ ഗോത്ര വിഭാഗക്കാരാണ് ഇവരെന്നും പറയപ്പെടുന്നു. മാൾട്ട
മാൾട്ടോ എന്നും മലർ ജനത എന്നും അറിയപ്പെട്ടിരുന്നു. മറക്കരുത്, മാൾട്ടോ എന്നും മലർ ജനത എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഗോത്ര വിഭാഗം എന്ന് ചോദിച്ചാൽ അത് പഹാരിയ ഗോത്രവർഗക്കാരായിരുന്നു. ഒന്നുകൂടി പറയാം, മാൾട്ടോ എന്നും മലർ എന്നും അറിയപ്പെട്ടിരുന്ന ഗോത്രവർഗ വിഭാഗം എന്ന് ചോദിച്ചാൽ പഹാരിയരായിരുന്നു. മാൽ പഹാരിയ, സൗര്യ പഹാരിയ, കുമാർഫാഗ് പഹാരിയ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായാണ് ഇവർ കാണപ്പെട്ടിരുന്നത്. എങ്ങനെയായിരുന്നു? മാൽ പഹാരിയ എന്നും സൗര്യ പഹാരിയ എന്നും കുമാർഫാഗ് പഹാരിയ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായാണ് ഇവർ വിഭജിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായൊരു ഭരണനിർവഹണ സംവിധാനം ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗമായിരുന്നു പഹാരിയൻ ജനങ്ങൾ. മറക്കരുത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്കൊരു ഭരണനിർവഹണ സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. ക്ഷാമകാലത്ത് കർഷക ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചോളണേ. പഹാരിയ ഗോത്രവർഗക്കാര് തങ്ങൾക്ക് അപരിചിതരായ വ്യക്തികളെ ശത്രുക്കളായി കാണുകയും, പറയുന്ന പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്, ക്ഷാമകാലത്ത് കർഷക ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു പഹാരിയ ഗോത്ര വിഭാഗക്കാരെ. ഓർക്കുക, 1770 ബ്രിട്ടീഷുകാർ പഹാരിയക്കാർക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1770 ആയപ്പോഴേക്കും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും ക്ഷാമം നേരിട്ട് തുടങ്ങി. അത് കൃത്യമായി ആരിലേക്ക് പകർന്നു കിട്ടി? ഗോത്രവർഗക്കാരിലേക്കും പകർന്നു കിട്ടി. അതോടുകൂടി അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന ചെറു കർഷക ഗ്രാമങ്ങള് ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ വസ്തുക്കളും അവരുടെ സ്വത്തും അപഹരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് പഹാരിയാന്മാർ ഒരു തലവേദനയാവുകയും 1770 ബ്രിട്ടീഷുകാർ പഹാരിയാർക്കാർക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ നിർബന്ധപൂർവം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ പഹാരിയ ഗോത്രവർഗക്കാരെ നിർബന്ധിച്ചു. അതായത് ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടുന്ന പഹാരിയാർക്കാരെ കൊണ്ട് ഇവർ എന്ത് ചെയ്യിപ്പിക്കുമായിരുന്നു? താഴ്വരകളില്, രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളില് നിർബന്ധപൂർവം കൃഷി ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. ഇതിനെതിരായി 1778 രാജ ജഗന്നാഥന്റെ നേതൃത്വത്തിൽ പഹാരിയ കലാപം ആരംഭിച്ചു. അന്ന് പഠിച്ചു വെച്ചോളണേ. ഇതിനെതിരായിട്ട് 1778 രാജ ജഗന്നാഥന്റെ നേതൃത്വത്തിൽ പഹാരിയ കലാപം ആരംഭിച്ചു. ഇവിടെ നിന്ന് പഠിക്കേണ്ട പോയിന്റ്, പഹാരിയ കലാപം അരങ്ങേറിയ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ ഇപ്പോഴത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ്, പഹാരിയ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാജ ജഗന്നാഥനാണ്. 1780-കളിൽ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി പഹാരിയ ഗോത്ര നേതാക്കന്മാർക്ക് വാർഷിക അലവൻസ് അനുവദിച്ചു. അതായത് 1780 കൂടി ആയപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി പഹാരിയന്മാര് ശക്തി പ്രാപിച്ചു, അതുകൊണ്ട് അവരെ തോപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് ഈ പഹാരിയ ഗോത്രത്തിലെ നേതാക്കന്മാരെ വിളിക്കുകയും അവർക്ക് വാർഷിക അലവൻസും അതിനോടൊപ്പം തന്നെ സമ്മാനങ്ങൾ നൽകി അവരെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ഇത് പഹാരിയ ഗോത്ര സമൂഹത്തിന് പിളർപ്പുണ്ടാകുന്നതിന് കാരണമായി. അതോടുകൂടി മിക്കുള്ള നേതാക്കന്മാരും ബ്രിട്ടീഷിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ചായ്വുണ്ടായി. അങ്ങനെ പഹാരിയ ഗോത്ര സമൂഹത്തിൽ പിളർപ്പുണ്ടാകുന്നതിന് കാരണമായി. 1781, 1782 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി മഹേഷ്പൂർ രാജാവിന്റെ ഭാര്യ സർവേശ്വരി രാജ്ഞിയുടെ കലാപത്തെ പഹാരീസ് മേധാവികൾ പിന്തുണച്ചു. അതൊന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. 1781, 1782 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മഹേഷ്പൂർ രാജാവിന്റെ ഭാര്യയായ സർവേശ്വരി രാജ്ഞിയുടെ കലാപത്തിനെ പഹാരിയാസ് മേധാവികൾ എന്ത് ചെയ്തു? പിന്തുണച്ചു. ഒരു കൂട്ടം പഹാരിയാസ് മേധാവികളായിരുന്നു കേട്ടോ പിന്തുണച്ചത്. ബാക്കിയുള്ള വ്യക്തികളെല്ലാം എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കൂടെ എന്ത് ചെയ്തു? 1827 പഹാരിയ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകൾ ബ്രിട്ടീഷുകാർ സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചു. 1827 ആയതോടുകൂടി പഹാരിയ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് സർക്കാർ ഭൂമിയായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഓർക്ക് എന്തായിട്ട് പ്രഖ്യാപിച്ചു സുഹൃത്തുക്കളെ? സർക്കാർ ഭൂമിയായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അതോടുകൂടി നമ്മുടെ പഹാരിയാർ കലാപം അവിടെ അവസാനിക്കുകയാണ്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. 2-3 തവണ ഒന്ന് ഓടിച്ച് വായിച്ച് പഠിക്കുക. കാരണം ഇത്രയും ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ലെവൽ ചോദ്യങ്ങളാകുമ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗങ്ങളെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് കോൾ കലാപം. PSC ഏകദേശം 25 തവണയിൽ കൂടുതൽ കോൾ കലാപത്തിന്റെ മാത്രം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ വ്യക്തമായി. കോൾ കലാപം നടന്ന വർഷം 1832. കോൾ കലാപം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1832. കോൾ കലാപം നടന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. മറക്കരുത്, ഇപ്പോഴത്തെ നമ്മുടെ ഛോട്ടാ നാഗ്പൂരിലാണ് കോൾ കലാപം നടന്നത്. കോൾ കലാപത്തിലെ പ്രധാന നേതാക്കളുടെ പേര് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബുദ്ധോ ഭഗത്. ഒന്നാമത്തെ ആളുടെ പേരെന്താണ്? ബുദ്ധോ
ബുദ്ധോ ഫഗത്ത്. രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് മന്ദാര മഹാതോ. രണ്ടാമത്തെ വ്യക്തിയുടെ പേരെന്താണ്? മന്ദാര മഹാതോ. മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ജോ ഫഗത്ത്. അപ്പോ രണ്ട് ഭഗത്തുമാരും ഒരു മന്ദാര മഹോത്തോയുമാണ് എന്ത് ചെയ്തത്? കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഒന്നുകൂടി പറയാം. കോൾ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1832 കോൾ കലാപം നടന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഛോട്ടാ നാഗ്പൂർ ആണ്. കോൾ കലാപത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ബുദ്ധോ ഫഗത്ത്, മന്ദാര മഹോത്തോ, അതുപോലെ ജോ ഫഗത്ത്. ഈ മൂന്ന് പേരുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചോളണം. ഇതിൽ തന്നെ ബുദ്ധോ ഫഗത്തും ഈ ജോ ഫഗത്തും ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചില്ല. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ വസിച്ചിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു കോളുകൾ. മറക്കരുത്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ വസിച്ചിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു കോൾ ഗോത്രവർഗക്കാർ. പരമ്പരാഗത മേധാവിയുടെ കീഴിൽ സ്വതന്ത്ര ഭരണം നയിച്ചിരുന്നവരായിരുന്നു കോൾ ഗോത്ര വിഭാഗം. മറക്കരുത്, പരമ്പരാഗത മേധാവിയുടെ കീഴില് സ്വതന്ത്രമായൊരു ഭരണം ഉണ്ടായിരുന്നു. ആർക്കെന്ന് പറയുന്നത്? കോൾ ഗോത്ര വിഭാഗത്തിന്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഗോത്ര വിഭാഗങ്ങൾക്ക് പരിചിതമല്ലാത്ത പണമിടപാട് സമ്പ്രദായവും ജമീന്ദാരി സമ്പ്രദായവും കോൾ ഗോത്ര ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവോടുകൂടി ഗോത്ര വിഭാഗക്കാരുടെ പരിചയമില്ലായിരുന്ന പണമിടപാട് സമ്പ്രദായവും അതിനോടൊപ്പം തന്നെ ജമീന്ദാരി സമ്പ്രദായവും കോൾ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കൊപ്പം പുറത്തുനിന്ന് വന്ന കർഷകർ കോൾ ഗോത്ര ജനതയുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളേ സുഹൃത്തുക്കളെ. ബ്രിട്ടീഷുകാർക്കൊപ്പം പുറത്തുനിന്ന് വന്ന കർഷകർ എന്ത് ചെയ്തു? കോൾ ഗോത്ര ജനതയുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അതുവരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കോൾ ഗോത്ര ജനതയുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി കർഷകർ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ കോൾ ഗോത്ര ജനതയ്ക്ക് മേൽ വലിയ തുകകൾ നികുതിയായി അടിച്ചേൽപ്പിച്ചു. ഇത് കോൾ ജനതയ്ക്ക് ബ്രിട്ടീഷുകാർ മേൽ നീരസം ഉണ്ടാകുന്നതിന് കാരണമായി. അപ്പോ കയ്യിലുണ്ടായിരുന്ന കാർഷിക ഇടങ്ങൾ മൊത്തം ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന മറ്റു കർഷകർ എന്ത് ചെയ്തു? എടുത്തു. അതിനൊപ്പം ബാക്കി ഉണ്ടായിരുന്ന കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കോൾ ജനതയുടെ മേല് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അമിതമായ നികുതി എന്ത് ചെയ്തു? അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇത് കോൾ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ മേല് നീരസം ഉണ്ടാകുന്നതിന് കാരണം. 1831 1832 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കോൾ ഗോത്ര ജനത കലാപം ആരംഭിച്ചു. 1831 1832 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കോൾ ജനത കലാപം എന്ത് ചെയ്തു? ആരംഭിച്ചു. കൽക്കട്ടയിൽ നിന്നും ബനാറസിൽ നിന്നും സൈനികരെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ കോൾ കലാപം അടിച്ചമർത്തി. ഒന്ന് പഠിച്ചു വെച്ചോളാം. കോൾ കലാപം അടിച്ചമർത്തുന്നതിന് ബ്രിട്ടീഷുകാർ എവിടെ നിന്നാണ് സൈനികരെ എത്തിച്ചതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിൽ നിന്നും അതുപോലെ തന്നെ ബനാറസിൽ നിന്നും. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നും ബനാറസിൽ നിന്നും കൂടുതൽ സൈന്യത്തെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കോൾ കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇത്രയും സുഹൃത്തുക്കൾ പഠിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ കാലിബഹൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ കാലിബഹൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. പഠിക്കുക. ആലംഗീർപൂർ, ബനാവലി, കാലിബഹൻ, ലോഥൽ, ധോളാർവീര, അതുപോലെ റംഗ്പൂർ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതാണ് ആലംഗീർപൂർ. ആദ്യം പഠിക്കാനുള്ള ഏതാ സുഹൃത്തുക്കളെ? ആലംഗീർപൂർ, അതുപോലെ തന്നെ ബനാവലി, അതാണ് ബനാവലി, കാലിബഹൻ, എന്താണ് കാലിബഹൻ, ലോഥൽ, എന്താണ് ലോഥൽ, ധോളാർവീര അല്ലെങ്കിൽ ധോളാവീര എന്നൊക്കെ നമ്മൾ പറയും, ധോളാർവീര, അതുപോലെ റംഗ്പൂർ. ഇത്രയും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ്. പഠിച്ചോളണേ. ഇവിടെ നിന്ന് 1 മാർക്ക് സുഹൃത്തുക്കൾക്ക് സ്കോർ ചെയ്യാം. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ 2-3 തവണ ഇത് എഴുതി പഠിക്കുക, എങ്കിൽ മാത്രമേ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പൊ കോഡിലേക്ക് കടക്കാൻ നമുക്ക്. ബാലോ ദോ ആ ഇന്ത്യൻ ഡ്രം കാലിയായി എന്നങ്ങ് പഠിക്കുക. ബാലോ അല്ലെങ്കിൽ ബാല നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ബാലോ അല്ലെങ്കിൽ ബാല ദോ ആ ഇന്ത്യൻ ഡ്രം കാലിയായി എന്നങ്ങ് പഠിക്കുക. ബാല ദോ ആ ഇന്ത്യൻ ഡ്രം കാലിയായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാവലിയെ സൂചിപ്പിക്കുന്നു. ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാവലിയെ സൂചിപ്പിക്കുന്നു. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഥലിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ബാല കഴിഞ്ഞേ. അപ്പോ ബാലോ കഴിഞ്ഞേ. ഇനിയുള്ളത് ആരാണ്? ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധോളാർവീരയെ സൂചിപ്പിക്കുന്നു. ധോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധോളാർവീരയെ സൂചിപ്പിക്കുന്നു. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലിംഗീർപൂറിനെ സൂചിപ്പിക്കുന്നു. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലിംഗീർപൂറിനെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംഗ്പൂർ ആണ്. റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംഗ്പൂർ ആണ്. അതുപോലെ കാലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലിബഹൻ ആണ്. കാലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലിബഹൻ ആണ്. കൺഫ്യൂഷൻ വേണ്ട സുഹൃത്തുക്കളെ.
കോഡ് ഒന്നുകൂടി പറയാം. ബാലോ അല്ലെങ്കിൽ ബാല എന്ന് വേണമെങ്കിൽ പറയാം. ബാല ദോ ആ ഇന്ത്യൻ റം കാലിയായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ബാലയിലെ ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാവലി, അതുപോലെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഥല്, ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോളാവീര, ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിംഗീർപൂർ, അതുപോലെ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്, അതുപോലെ റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംഗ്പൂർ, അതുപോലെ കാലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിബഹൻ. സുഹൃത്തുക്കളെ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് തന്നെ ഈ ഭാഗം പഠിച്ചോളുക. നിങ്ങൾക്ക് 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും. ഇത് ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വാക്കുകളാണ്. പഠിക്കുക. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞതായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജി. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് അവസാനമായി പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നുകൂടി പറയാം. സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷമാണ്, അതിന്റെ 2 ശാഖകൾ മാത്രമാണ് നിസ്സഹകരണവും സിവിൽ നിയമ ലംഘനവും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ സമരായുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളേ. അസ്പർശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ശ്വാസകോശങ്ങൾ എന്ന് പറഞ്ഞതായിരുന്നു ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായി പഠിക്കുക. ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. ഒരിക്കൽ കൂടി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി.